നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മളൊന്നും ഒട്ടും ആഗ്രഹിക്കാത്ത രണ്ട് പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് അർജുൻ്റെ കുടുംബാംഗങ്ങൾ നടത്തിയ പത്രസമ്മേളനം, രണ്ടാമത്തത് അതിനെ തുടർന്ന് മനാഫും കുടുംബാംഗങ്ങളും നടത്തിയ പത്രസമ്മേളനം. ഇത് രണ്ടും നമ്മൾ ഒട്ടും ആഗ്രഹിച്ചതല്ല, കാണാൻ നിർബന്ധിതരായതാണ്. അർജുനെ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ വളർന്ന വ്യക്തിത്വമാണ് മനാഫ്. ഇരുമയാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് അർജുന് വേണ്ടി കാത്തു നിന്ന ആളാണ് മനാഫ്. മനാഫിൻ്റെ ഒരു ബന്ധുവല്ല അർജുൻ. മനാഫിൻ്റെ ലോറികളിൽ ഒരു ലോറിയുടെ ഡ്രൈവർ മാത്രമാണ്. ആ ഡ്രൈവർക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് മനാഫ് കാത്തു നിന്നത് 72 ദിവസങ്ങളാണ്. മനാഫ് മാത്രമല്ല, അർജുൻ്റെ അളിയനും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു, രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ നിന്നിരുന്നത്. ഒടുവിൽ 72ാമത്തെ ദിവസം മനാഫിൻ്റെ ലോറിക്കൊപ്പം ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അർജുനൻ്റെ ശരീരം പൊങ്ങി വന്നപ്പോൾ നമ്മളെല്ലാവരും മനാഫിനോടൊപ്പം വിങ്ങിപ്പൊട്ടി. ആ ബോഡി നാട്ടിലേക്ക് എത്തിച്ച് അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മറനീക്കി പുറത്തു വരികയും ചെയ്തു. വളരെ ചെറിയൊരു പ്രശ്നമായിരിക്കണം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളായി പിന്നെ മാറുന്നത്. ചെറിയ കുടുംബ വഴക്കുകളാണ് പിന്നെ രണ്ട് തലമുറയെ തന്നെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തന്നെ അകറ്റുന്ന രീതിയിൽ വലിയ വൈരമായി മാറുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ വഴക്കുകൾ, ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിലേ തന്നെ മുളനുള്ളിക്കളയാൻ രണ്ടു കൂട്ടരും ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ കൈവിട്ടു പോകും. ആ കാഴ്ചയാണ് ഇന്ന് ഇപ്പോൾ മനാഫിൻ്റെ വീട്ടുകാരുടെയും അർജുൻ്റെ വീട്ടുകാരുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഇത് നമുക്കൊക്കെ ഒരു പാഠമാവേണ്ട കാര്യമാണ്. ഇത് സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, ലോകമഹായുദ്ധങ്ങൾ പോലും നടക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെയാണ്. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധം നടന്നത് ഹംഗറി ഓസ്ട്രിയൻ കിരീടാവകാശിക്ക് നേരെ ഒരു 19 വയസ്സുകാരൻ തൊടുത്ത വെടിയുണ്ടയാണ് 1-ാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ഒരു ഇരട്ട കൊലപാതകം. ആ ഇരട്ട കൊലപാതകത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ കൊണ്ടെത്തിച്ചത്, ലോകത്തിനെ കൊണ്ടെത്തിച്ചത് ഒരു മഹായുദ്ധത്തിലേക്കാണ്. 2.5 കോടി പേരാണ് മരിച്ചത്. ഈ 2.5 കോടി പേരുടെ മരണത്തിനിടയാക്കിയത് ഒരു ഇരട്ട കൊലപാതകമാണെന്ന് ഓർക്കുക. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് വലിയ വൈരത്തിന് കാരണമായി മാറുന്നത്. അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ പലപ്പോഴും നമ്മുടെ കൈവിട്ട് പോകും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എനിക്കറിയാം, 2 സഹോദരന്മാരുടെ കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. 2 സഹോദരന്മാർക്ക് വീതിച്ച് കിട്ടിയ ഭൂമി. അതിൽ ചേട്ടൻ്റെ ഭൂമിയിലുണ്ടായിരുന്ന ഒരു ശീമക്കൊന്നയുടെ ഒരു കമ്പ് അനിയൻ്റെ പറമ്പിന് മുകളിലേക്ക് വന്നത് ഒരു ഡിസ്പ്യൂട്ടായി മാറി. അത് വളർന്ന് വലിയൊരു പ്രശ്നമായിട്ട് മാറി. വലിയ പ്രശ്നമായി മാറി. അതിനെ തുടർന്ന് വലിയ വലിയ മറ്റു പ്രശ്നങ്ങളുണ്ടായി, സിവിൽ കേസുകളായി. ഈ ചേട്ടൻ്റെ അനിയൻ്റെയും ഫാമിലി തമ്മിൽ ഇപ്പോൾ കണ്ടാൽ മിണ്ടില്ല. 2 തലമുറകൾ അകന്നുപോയി. പഴയ ശീമക്കൊന്നയ്ക്ക് എല്ലാവരും മറന്നു. ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതിന് കാരണമായത് ഈ ശീമക്കൊന്നയാണ്. അന്ന് ആ ചേട്ടൻ ആ ശീമക്കൊന്ന വെട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പറമ്പിന് മുകളിലേക്ക് വന്ന ശീമക്കൊന്നയുടെ കമ്പ് അനിയൻ്റെ ഉറക്കം കെടുത്തിയില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോഴും ഈ 2 കുടുംബങ്ങളും നല്ല സന്തോഷത്തോടുകൂടി സ്വരച്ചേർച്ചയോടുകൂടി കഴിഞ്ഞു പോയേനെ. അർജുൻ്റെ വീട്ടുകാരുടെയും മനാഫിൻ്റെ വീട്ടുകാരുടെയും ഇടയിലുണ്ടായതും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ ക്ലിയറായിട്ട് അവർക്ക് ഒരു ടേബിളിൻ്റെ 2 വശത്തുനിന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുമായിരുന്നായിരിക്കും ഉറപ്പായിട്ടും. അതിന് ഇത്ര വലിയൊരു വിഷയമാക്കി മാറ്റേണ്ട ഒരു കാര്യം 2 പേർക്കും ഇല്ലായിരുന്നു. മനാഫിനെ നമുക്കറിയാം, മനാഫിന് ഒരു കാര്യമില്ല മനാഫിൻ്റെ എല്ലാ പണികളും കളഞ്ഞ് ആ പുഴയുടെ തീരത്തെ കാത്തു നിൽക്കേണ്ടത്. മനാഫിൻ്റെ ലോറി ബിസിനസ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ടാണ് അയാൾ ആ പുഴയുടെ തീരത്ത് കാത്തു നിന്നത്. എന്നിട്ട് അവസാനം അർജുൻ്റെ വീട്ടുകാർ മനാഫിനെതിരെ പരസ്യ പ്രസ്താവനമായി രംഗത്ത് വന്നപ്പോൾ ക്രൂരമായ സൈബർ ബുള്ളിങ്ങിനാണ് അർജുൻ്റെ വീട്ടുകാർ ഇരയായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമുള്ള കാര്യമല്ല. ഒരു പൊളിറ്റിക്കൽ നേതാവിനാണെങ്കിൽ, ഒരു രാഷ്ട്രീയ നേതാവിനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് ഒക്കെ നേരിടാനുള്ള കരുത്തുണ്ടാവും. അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കണ്ണിമ ചെമ്മി തുറന്നപ്പോഴാണ് അവർ പ്രശസ്തരായത്. അപ്പോൾ അവർക്ക് ഈ സൈബർ ബുള്ളിംഗ് ഒന്ന് നേരിടാനുള്ള ഒരു മാനസികമായ ഒരു കരുത്തില്ല. ഒന്നാമത്തേന് വലിയൊരു ട്രോമയിലാണ് അവർ. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യം. അതിനെ നേരിടാൻ പറ്റാത്ത വലിയൊരു ട്രോമയിൽ നിൽക്കുമ്പോഴാണ് ക്രൂരമായ ഈ സൈബർ ആക്രമണവും. ഇത് രണ്ടും കൂടി ചേർന്ന് വന്നപ്പോൾ അവർ തകർന്നു പോയി. അവരെ കുറ്റപ്പെടുത്താൻ നമുക്കാവില്ല. അവിടെ അർജുന് വേണ്ടി കാത്തുനിന്ന മനാഫിനെയും കുറ്റപ്പെടുത്താൻ നമുക്കാവില്ല. ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ തന്നെ തീർക്കാൻ 2 പേർക്കും പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം.
ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠം നമ്മൾ പഠിക്കേണ്ടതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന വലിയ വലിയ വൈരങ്ങളിലേക്കും 2 തലമുറകളെ തന്നെ ഭിന്നിപ്പിക്കുന്ന വലിയ പ്രോബ്ലങ്ങളിലേക്കൊക്കെ പോകും. ലോകമഹായുദ്ധങ്ങൾ പോലും അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും മനാഫ് പരസ്യമായി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അർജുൻ്റെ വീട്ടുകാരും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അവരിനിയും പരസ്യമായൊരു പ്രസ്താവനയ്ക്കോ പത്രസമ്മേളനത്തിനോ തയ്യാറല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. സന്തോഷവും സമാധാനവുമുള്ള ദിവസങ്ങൾ അവർക്കിടയിൽ പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അർജുൻ ഇനിയെങ്കിലും സുഖമായി ഉറങ്ങട്ടെ. നന്ദി.